ഇന്ന് രാത്രിയിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു. ഇത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നതാണെന്നാണ് പറഞ്ഞത്. അതായത് ഒരു ബൗളിനകത്ത് കുറെ ചീട്ടുകൾ കാണും. അതെടുക്കുന്ന സമയത്ത് അതിലെന്താണോ ടോപ്പിക്ക് അതിന് അനുയോജ്യമായ ഒരാളെ തിരഞ്ഞെടുക്കുക വീട്ടിൽ നിന്ന്. നെവിനാണ് ആദ്യം വന്നത്. നെവിൻ പ്രണയാഭ്യർത്ഥന നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ കൂടെ കൂട്ടുന്നത് ആരെയായിരിക്കും? ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അടുത്ത് പ്രണയം പറയാനായിട്ട് പോവാണല്ലോ. പോകുന്ന സമയത്ത് കൂടെ ആരെയായിരിക്കും കൂട്ടുക എന്നതായിരുന്നു ചോദ്യം. അഭിലാഷിനെ വിളിക്കുമെന്നാണ് പറഞ്ഞത്. അഭിലാഷ് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും ആ പെൺകുട്ടി നിരസിക്കുകയാണെങ്കിലും തനിക്ക് വേണ്ടിയിട്ട് അഭിലാഷ് ആ പെൺകുട്ടിയെ കൊണ്ട് സമ്മതിപ്പിക്കും. അതിനുള്ള കഴിവൊക്കെ ഉണ്ടെന്നാണ് നമ്മുടെ നെവിൻ പറയുന്നത്. രണ്ടാമത്തേത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനുമോൾ ഒരു സൂപ്പർ സ്റ്റാർ ആവുകയാണെങ്കിൽ കുട പിടിക്കാൻ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക എന്നായിരുന്നു അനുമോൾ കിട്ടിയത്. അനുമോൾ ഒന്നും ആലോചിക്കാതെ ഒരു നല്ല നൈസ് ചിരിയൊക്കെ ചിരിച്ച് അനുമോളുടെ ഒരു ശൈലി ഉണ്ടല്ലോ, ഒരു ആക്ഷനൊക്കെ ഇട്ടിട്ട് നൈസായിട്ട് പറഞ്ഞത് ഞാൻ അക്ബർക്ക് ആയിരിക്കും വിളിക്കുക. അപ്പോൾ അക്ബറിന് അത് കേട്ടപ്പോൾ തന്നെ അനുമോൾ ആ പറയുന്ന ശൈലി ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. എല്ലാവർക്കും ചിരി വന്നു. അതിൽ ഏറ്റവും രസകരമായി തോന്നിയത് അതിൻ്റെ റീസൺ എന്തെന്ന് പറയണമല്ലോ. അപ്പോൾ അനുമോൾ പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് എനിക്ക് ഹൈറ്റ് കുറവാണല്ലോ, അക്ബറിക്കാണെങ്കിൽ നല്ല ഹൈറ്റുമുണ്ട്, അപ്പോൾ അതാകുമ്പോൾ പുള്ളിക്ക് കുട പിടിച്ച് നിൽക്കാനും പറ്റും, ഞാൻ സേഫും ആയിരിക്കും എന്നാണ് അനുമോൾ മറുപടി പറഞ്ഞത്. അതൊരു നല്ല പൊളി മറുപടി ആയിരുന്നു കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ അനുമോൾ അത് ചെയ്തു. അതിനുശേഷം ആര്യനാണ് വന്നത്. ഒരു സൂപ്പർ സ്റ്റാറിനോട് തിരക്കഥ പറയാനായിട്ട് ആര്യൻ പോവാണ്. അപ്പൊ ആര്യൻ ഈ കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ല. അതുകൊണ്ട് കഥകൾ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് അറിയാവുന്ന ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങനെ ഒരാളെ ആരായിരിക്കും തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചപ്പോൾ ആര്യൻ അക്ബറിന്റെ പേര് പറഞ്ഞു. കാരണം അക്ബറിന് നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള, കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് ആര്യൻ പറഞ്ഞത്. അടുത്ത് വന്നത് നമ്മുടെ ഒണീലാണ്. ഒണീലിന് കിട്ടിയത് ഈ ഒരു വ്യക്തിയുടെ മുഖം ടി വിയിൽ കണ്ടാൽ ടി വി തല്ലി പൊട്ടിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒണീൽ പറഞ്ഞു ലക്ഷ്മിനെ കണ്ടാൽ ഞാൻ ടി വി തല്ലി പൊട്ടിക്കുന്നുമില്ല, പക്ഷേ ടി വിയുടെ ചാനലെങ്കിലും ഞാൻ മാറ്റും, ലക്ഷ്മിയാണ് എന്നാണ് നമ്മുടെ ഒണീൽ പറഞ്ഞത്. അഭിലാഷിന് കിട്ടിയത് CCTV മേടിക്കാൻ കാശില്ലെങ്കിൽ ഈ വ്യക്തിയെ ഉപയോഗിക്കും എന്നുള്ളതാണ്. നെവിനെ ഉപയോഗിക്കും എന്നാണ് പറഞ്ഞത്. നെവിൻ വീട്ടിൽ എല്ലായിടത്തും ഇങ്ങനെ നുഴഞ്ഞു കയറി കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അടുത്തത് ബിന്നിയാണ്. ബിന്നിക്ക് കിട്ടിയത് ഫിനാലെ വേദിയിൽ ലാലേട്ടന്റെ ഒപ്പം ഒരു വശത്ത് ബിന്നിയും മറുഭാഗത്ത് നിൽക്കാൻ സാധ്യതയുള്ള ഒരാൾ ആരാണെന്നുള്ളതാണ് ബിന്നിക്ക് കിട്ടിയത്. അനുമോൾ വന്നോട്ടെ എന്നാണ് ബിന്നി പറഞ്ഞത്. കാരണം അനുമോളാണെങ്കിൽ തനിക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ബിന്നി പറഞ്ഞത്. എന്താണോ എന്തോ. അടുത്തത് അക്ബറിന് കിട്ടിയത് ഇപ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ മോട്ടിവേഷൻ സ്പീക്കറിനെ വരെ ഡിപ്രഷനിലാക്കുന്ന വ്യക്തി. അക്ബറിന് പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യം പോലുമില്ല. അക്ബർ അനീഷിന്റെ പേര് പറഞ്ഞു. അനീഷ് ചിരിച്ചും കൊണ്ട് കൈകൂപ്പി. അപ്പോൾ അക്ബർ പറഞ്ഞ റീസൺ പുള്ളി പല കാര്യങ്ങളും ആവർത്തിച്ച് പറയുന്നതും ഇങ്ങോട്ട് ഒന്നും പറയാൻ സമ്മതിക്കാതെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഏത് മോട്ടിവേഷൻ സ്പീക്കറും ഡിപ്രഷനിലാകും എന്നാണ് പറഞ്ഞത്. അടുത്ത് വന്നത് ഷാനവാസ് ആണ്. ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഈ വ്യക്തിയെ കാണുകയാണെങ്കിൽ ഞാൻ എതിർ ദിശയിൽ പോകും. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആരെന്നാണ് ചോദ്യം. കുറച്ച് ബുദ്ധിമുട്ടി ഒരാളെ പറയാൻ, കാരണം ഇത്തിരി നെഗറ്റീവ് ആണല്ലോ. അവസാനം ഷാനവാസ് ലക്ഷ്മിയുടെ പേര് പറഞ്ഞു. കാരണമായിട്ട് പറഞ്ഞത് ലക്ഷ്മി ഒരു പുരുഷ വിരോധിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത് പോകാൻ എനിക്ക് പേടിയാണ്, കിച്ചണിൽ തന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ചൊക്കെയാണ് നിൽക്കുന്നതെന്ന് തമാശയായിട്ട് പറഞ്ഞങ്ങ് കളഞ്ഞു. അടുത്ത് വന്നത് ജിസേലാണ്. ഈ വ്യക്തി ഒരു ബസ് ഡ്രൈവറാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരിക്കലും ആ ബസ്സിൽ കയറില്ല എന്നതായിരുന്നു ജിസേലിന് കിട്ടിയത്. നെവിന്റെ പേര് പറഞ്ഞു. കാരണം നെവിനാണെങ്കിൽ പോകുന്ന വഴിയിൽ KFC ഉൾപ്പെടെ എന്ത് കണ്ടാലും നിർത്തി ഭക്ഷണം കഴിച്ചേ പോവുള്ളൂ. സമയത്തിന് എത്താൻ പറ്റില്ല. 3 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 6 മണിക്കൂർ കൊണ്ട് എത്തുള്ളൂ. അതുകൊണ്ട് നെവിന്റെ പേരാണ് പറഞ്ഞത്. അടുത്ത് വന്നത് നൂറയാണ്. ബാങ്ക് കൊള്ളയടിക്കാൻ പദ്ധതിയിടുകയാണെങ്കിൽ കൂടെ കൂട്ടുന്ന ആൾ ആരായിരിക്കും എന്നായിരുന്നു നൂറയ്ക്ക് കിട്ടിയത്. നൂറ അഭിലാഷിന്റെ പേരാണ് പറഞ്ഞത്. എല്ലാ കുബുദ്ധിയും കൊണ്ട് നടക്കുന്ന, കുബുദ്ധി നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ് അഭിലാഷ് എന്നാണ് പറഞ്ഞത്. അടുത്ത് വന്നത് ജിഷിനാണ്. കാശിനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു അത്യാവശ്യം വന്ന് കാശിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാത്ത വ്യക്തി ആരായിരിക്കും എന്നായിരുന്നു കിട്ടിയത്. അപ്പോൾ ജിഷിൻ പറഞ്ഞത് നെവിന്റെ പേരാണ്. പിശുക്കനാണ്, അവൻ വേണമെങ്കിൽ ശബ്ദം മാറ്റി താങ്കൾ വിളിക്കുന്ന കസ്റ്റമർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ് എന്ന് വരെ പറഞ്ഞു കളയും എന്നാണ് ജിഷിൻ പറഞ്ഞത്. അടുത്തത് സാബുമാനാണ് വന്നത്. ബോട്ട് സവാരി നടത്തുന്ന സമയത്ത് ബോട്ട് മുങ്ങാൻ പോവാണ്. ആകെ ഒരു ലൈഫ് ജാക്കറ്റ് മാത്രമാണ് ഉള്ളത്. ഈ ലൈഫ് ജാക്കറ്റും എടുത്തുകൊണ്ട് ആദ്യം തന്നെ രക്ഷപ്പെടുന്ന ആ ഒരു വ്യക്തി അതാരാണെന്ന ചോദ്യത്തിന് നെവിൻ ആണെന്നാണ് നമ്മുടെ സാബുമാൻ പറഞ്ഞത്. അത് ഭയങ്കര സത്യമായിട്ട് എനിക്ക് തോന്നി. ഇത്രയും സ്വാർത്ഥനായിട്ടുള്ള ഒരു വ്യക്തി വേറെ ഇല്ല. വളരെ സെൽഫിഷാണ് നെവിൻ. തനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല എന്നാണ് നെവിനെ കുറിച്ച് സാബുമാൻ പറഞ്ഞത്. അടുത്തത് ലക്ഷ്മിയാണ്. ലക്ഷ്മിക്ക് കിട്ടിയത് വീട്ടിൽ നിന്ന് വിവരം പുറം ലോകത്തിന് ചോർത്തി കൊടുക്കുന്ന ആ ഒരു വ്യക്തി ആരാണെന്നാണ്. ചാരൻ അതാരാണെന്നാണ് കിട്ടിയത്. അനുമോൾ എന്നാണ് പറഞ്ഞത്. അനുമോൾക്ക് സംസാരിക്കേണ്ട പോലും ആവശ്യമില്ല, കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു വരെ അനുമോൾ വിവരങ്ങൾ പുറത്ത് ചോർത്തി കൊടുക്കുന്നുണ്ടെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. സംഭവം നല്ല നൈസ് ആയിട്ടുള്ള ടാസ്ക് ആണ്. മിക്കവാറും സീസണുകളിൽ ഈ ഒരു സാധനം കാണും. ഇത്തവണ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. സാധാരണ മോർണിംഗ് ആക്ടിവിറ്റിയിലാണല്ലോ നടത്തുന്നത്. ഈ മോർണിംഗിൽ ഈ ടാസ്കുകൾ കാണാൻ ഭയങ്കര അരോചകമാണ് കേട്ടോ. ഒരു രസം ഉണ്ടാവത്തില്ല. ഈവനിങ് ഈ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു.
ഈ സ്ക്രീനിൽ എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ടാസ്ക്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.